തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിളവുമായി വളാഞ്ചേരി കുളമംഗലം സ്വദേശി അലി അക്ബർ. റംദാൻ വിപണിയെ ലക്ഷ്യമിട്ട് പാടശേഖരത്തിൽ വിളയിച്ച തണ്ണിമത്തൻ വിളവെടുപ്പ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഡോക്ടർ മുഹമ്മദ് അലി നിർവഹിച്ചു. നൂതന രീതിയിലുള്ള ശാസ്ത്രീയമായ കൃഷിരീതികളെക്കുറിച്ചും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവെടുക്കുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും അവ ആർജിക്കേണ്ടതിന്റെ ഔഷധത്തെക്കുറിച്ചും ചടങ്ങിൽ മുഹമ്മദ് അലി സംസാരിച്ചു. വാർഡ് മെമ്പർ സീതി ഹാജി, വളാഞ്ചേരി കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇബ്രാഹിം മൻസൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നാടൻ തണ്ണിമത്തൻ, ഓറഞ്ച് തണ്ണിമത്തൻ, ഇറാനി തണ്ണിമത്തൻ, ഷമാം എന്നിവയ്ക്ക് പുറമെ രക്തശാലി നെല്ല്, വെണ്ട, ചീര, മത്തൻ, ചിരങ്ങ, പൊട്ടുവെള്ളരി, ജിർജിർ, ചൈനീസ് ക്യാബേജ് അഥവാ സ്കെസ്, വെള്ളരി, കുക്കുംബർ, കയ്പ, പയർ എന്നിവയും അലി അക്ബറിനെ കൃഷിയിടത്തിലുണ്ട്. ആവശ്യക്കാർക്ക് കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് വാങ്ങാം. വിളവെടുപ്പിന് അഗ്രോ കേരള അഡ്മിൻ അനിൽ നേതൃത്വം നൽകി. വളാഞ്ചേരി കൃഷി ഓഫീസറായ അരുൺകുമാർ നന്ദിയും രേഖപ്പെടുത്തി. നമുക്കിത് ഒരു 2 ആഴ്ച വരെ നമ്മൾ വിളവെടുപ്പ് നമുക്കത് അതിനുള്ളിൽ തന്നെ നമുക്കത് തീരും. എങ്ങനെ ആയിരിക്കും സാധനം ഉണ്ടാവില്ല. ആയുസ് നമുക്കിതിങ്ങനെ ഇട്ടാലും തന്നെ ഒരാഴ്ചത്തോളം ഇങ്ങനെ തന്നെ കിടക്കും. പിന്നെ വള്ളി ഉണങ്ങിയാലും നമുക്ക് 1-2 ആഴ്ച വീണ്ടും കിടക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1.5 വെച്ചിട്ട് നനച്ചു കൊടുക്കുക. ഇതിൽ 65 ദിവസമാണ് അവർ കണക്ക് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ ചിലപ്പം ഉള്ളിൽ കേട് വരാൻ ചാൻസ് ഉണ്ട്. മൂപ്പ് കൂടി പോവല്ലേ, അപ്പോൾ കേട് വരാൻ ചാൻസ് ഉണ്ട്. പഴുപ്പ് കൂടി കേട് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ചെടിയിൽ ഏതാണ്ട് എത്ര കായ്കൾ ആവറേജ് ഉണ്ടാവും? നമുക്ക് 3 വരെ ആവാന്നാണ് ഒരു ചെടിയിൽ. അത്രേ നമ്മൾ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളതൊക്കെ വലിപ്പം കുറഞ്ഞു വരും. അങ്ങനെ ഒരു വിഷയം നമുക്ക് വരാറുണ്ട്. അപ്പോൾ മാക്സിമം 2 അതാണ് നമ്മളെ കണക്ക്. ഇപ്പോൾ ഇറാനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ഇനിയിപ്പോൾ 4 ആയാലും കുഴപ്പമില്ല. ഏകദേശം ഒരു ചെടിയിൽ നിന്ന് അത്യാവശ്യം ഉണ്ടാവും. സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, pride of generations. India, Oman.